ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് ഇൻ മൈ ബാഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ബാഗ് എന്തെയ്യുന്നു? ഇതാണ് എൻ്റെ ബാഗ്. അപ്പോൾ ഞാൻ പറയാണ്, ഈ ഒരു ബാഗ് എന്ന് പറയുന്നത് ഞാൻ സ്ഥിരമായിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്നതൊന്നും അല്ല കേട്ടോ. കാരണം ഞാൻ സ്ഥിരമായിട്ട് പോകുമ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനൊരു സ്ലിംഗ് ബാഗും പിന്നെ ഒരു ഫോണുമാണ് എടുക്കാറ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്യാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാണ്, അങ്ങനെയൊക്കെ വരുന്ന അവസ്ഥയിൽ കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഇത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വല്ല ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഗുരുവായൂരൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോയി സ്റ്റേ ചെയ്യണമല്ലോ, അപ്പോൾ നേരത്തെ പോകണം. അപ്പം അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷേ ഡാൻസിൻ്റെ ഐറ്റംസ് ഒന്നും അല്ല ഇതിനകത്തുള്ളത്. അതൊക്കെ നമുക്ക് വേറെ ബാഗിൽ പാക്ക് ചെയ്യും. ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പിന്നെ അതെല്ലാം ഇപ്പം നമ്മൾ വെറുതെ ഒരു ട്രിപ്പ് പോവാണ്, അപ്പം അങ്ങനത്തെ ഒക്കെ കേസിലാണ് ഞാൻ ഈ ബാഗ് കൊണ്ടുപോകാറുള്ളത്. അപ്പം ഈ ബാഗ് എൻ്റെ ഫേവറേറ്റ് ബാഗായിട്ട്. എനിക്ക് പൊതുവേ ഈ ബാക്ക് പാക്കിനേക്കാളും എനിക്ക് ഇങ്ങനെ സൈഡിൽ ഹാങ് ചെയ്യുന്ന ഷോൾഡർ ബാഗ്സ് ആണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇത് എവിടെ നിന്നോ വാങ്ങിച്ചതാണ്, ഓൺലൈൻ വഴി എന്തോ വാങ്ങിച്ചതാണ്. കുറേ നാളായിട്ടോ, കുറേ വർഷങ്ങളായിട്ട് വാങ്ങിച്ചിട്ട്. ഇതൊരു 5 സെറ്റ് ഓഫ് ബാഗ് ഉണ്ട്. ഗീസ്, ഞാനിവിടെ സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും അപ്പുറത്തെ വീട്ടിലെ പട്ടി കുരയ്ക്കാൻ തുടങ്ങും. ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, അപ്പം ഞാൻ പറയാം. ഇതൊരു 5, ഞാൻ പറഞ്ഞ പോലെ ഇതിൽ നമുക്ക് വരുന്നത് ഷോൾഡർ ബാഗ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു ഹാങ്ങിങ് ബാഗ് വന്നിട്ടുണ്ട്, പിന്നെ ഒരു സ്ലിംഗ് ബാഗ്, പേഴ്സ്, പിന്നെ ഇതിൻ്റെ തന്നെ ഒരു ചെറിയ വേർഷൻ ഒരു ബാഗ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ബാഗ് വാങ്ങിച്ച സമയത്ത് ഞാൻ ആകെ സ്ലിംഗ് ബാഗ് മാത്രമായിട്ട് എടുത്തിരുന്നുള്ളൂ. പക്ഷെ പിന്നെ കുറച്ചും കൂടി വളർന്നപ്പോൾ എനിക്ക് എന്താ പറയുക, ഇങ്ങനത്തെ ബാഗ് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പോൾ അമ്മ വേറെ ബാഗ് വാങ്ങിച്ചപ്പോൾ ഈ ബാഗ് ഞാൻ എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതിപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിലൊക്കെ ലൈക്ക് കുറച്ച് ഇതൊക്കെ എന്താ പറയുക, കുറച്ച് ദൂരമൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ നമ്മൾ ലുലു മോളിലൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ ഇതൊക്കെ കൊണ്ടുപോകും കേട്ടോ, കുറച്ച് വലിയ ബാഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനത്തെയൊക്കെ കേസിലാണ് ഞാൻ ഈ ബാഗ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഇതിൽ കാണിക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ബേസിസിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളല്ല. ഞാനിപ്പോൾ എവിടെയെങ്കിലും നിൽക്കാൻ ലൈക്ക് സ്റ്റേ ചെയ്യാൻ പോകുന്ന സമയത്തുള്ള ബാഗുകളായിരിക്കും. ആൻഡ് ഇതിലുള്ള സാധനങ്ങൾ തന്നെയായിരിക്കും ഞാൻ ട്രിപ്പ് പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടാവും. പക്ഷെ ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബാക്ക് പാക്ക് അല്ലേ സൗകര്യം, അതുകൊണ്ട് ബാക്ക് പാക്കിലായിരിക്കും ഈ സാധനങ്ങളൊക്കെ വരിക. പക്ഷേ ഏകദേശം ഈ സാധനങ്ങളൊക്കെ എൻ്റെ ആ ബാഗിലും കാണും. ഞാൻ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ട ബാഗ് കാണിക്കുന്ന രീതിയിൽ ഞാൻ ഈ ബാഗ് കാണിച്ചതാണ് കേട്ടോ. അപ്പം നമുക്കിനി ഇത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, ഇന്നത്തെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പം ഇത് ഒരു സിംഗിൾ റോ ഉള്ളൂ ഈ ബാഗിൽ. ഒരു സിബ് വരുന്നുണ്ട്, പിന്നെ ഒരു സിംഗിൾ റോ ഉള്ളൂ. അപ്പം നിറച്ചും നമുക്ക് സാധനങ്ങൾ ഇതിനകത്തേക്ക് ഇടാം. ഭയങ്കര സ്പേഷ്യസ് ആണ്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് പേഴ്സാണ് കേട്ടോ വരുന്നത്. ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ എന്തോ 8th പഠിക്കുമ്പോൾ ഉള്ള പേഴ്സ് എങ്ങാണ്ടാണിത്. ഞാൻ എവിടെയോ ട്രിപ്പ് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ആൻഡ് എൻ്റെ സ്കൂൾ ടൈം മുതൽ ഞാൻ ഈ പേഴ്സാണ് കൊണ്ടു നടക്കാറ് കേട്ടോ ബാഗിൽ. പക്ഷെ എനിക്ക് സ്കൂൾ ടൈമിൽ അങ്ങനെ കാശിൻ്റെ ഒന്നും അത്യാവശ്യം വരാറില്ല. കാരണം 10th വരെ ഞാൻ പഠിച്ചിട്ട് ഡോൺ ബോസ്കോയിലായിരുന്നു. അവിടെ അച്ഛൻ കൊണ്ടുവന്നാക്കും കൊണ്ടുവരും, വേറെ പിള്ളേരും ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഓട്ടോയിൽ അച്ഛൻ കൊണ്ടുവന്നാക്കും കൊണ്ടുവരും, അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ബസ്സിൽ പോകേണ്ട ആവശ്യം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ വിഷുജ്യോതി ആണെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ എനിക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ, അല്ലെങ്കിൽ പപ്പ കൊണ്ടുവന്നാക്കും. അപ്പോൾ അവിടെ എനിക്ക് പേഴ്സിൻ്റെ ആവശ്യമില്ല. പക്ഷെ എന്നാലും വല്ല സിറ്റുവേഷനിൽ എന്താ പറയുക, ആവശ്യം വരുന്ന സിറ്റുവേഷനിൽ മാത്രമേ അത് കൊണ്ടുപോകാറുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ വേറെ പേഴ്സൊന്നും വാങ്ങിക്കാറില്ല. പിന്നെ കോളേജിൽ ചേർന്നപ്പോഴാണ് നമുക്ക് ഈ പേഴ്സിൻ്റെ അത്യാവശ്യമൊക്കെ വന്നത്. അപ്പം ഞാൻ ഇത് തന്നെയാട്ടോ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ പേഴ്സ്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ചില്ലറകളുണ്ട്, 10, 20 അങ്ങനെ കുറച്ച് ചില്ലറകളുണ്ട്. എപ്പോഴും ചില്ലറയായിട്ടാണ് സൂക്ഷിക്കാറ്, കാരണം നമുക്ക് ബസ്സിനൊക്കെ പോകുമ്പോൾ അതാണല്ലോ സൗകര്യം. പിന്നെന്തോ മാക്സിമം ഇതിനകത്ത് ഒരു 500 രൂപയുണ്ട്, വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ ചില്ലറ പൈസകളാണ്. അപ്പം ഇതാണ് പേഴ്സ്. പിന്നെ വരുന്നത് ഒരു ബുക്ക് ഉണ്ട്. എനിക്കുണ്ടല്ലോ ഈ ബുക്ക് ബാഗൊക്കെ ഭയങ്കര ക്രേസ് ആട്ടോ. എനിക്കിങ്ങനെ ഭയങ്കര അതുപോലെ തന്നെ ക്രേസ് ഉള്ളൊരു സംഭവമാണ് ബോട്ടിൽ. ഇപ്പം ഇതിനകത്തില്ല. ആക്ച്വലി ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ബോട്ടിലും കൂടി ഇതിൽ വെക്കും, കാരണം നമുക്ക് വെള്ളം കുടിക്കണമല്ലോ. അപ്പോൾ എനിക്ക് ക്രേസ് ഉള്ള കുറച്ച് സാധനങ്ങളാണ് ബുക്ക്, ബോട്ടില്, ബാഗ്. കാരണം ഇതൊക്കെ ഞാൻ എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കും. അപ്പോൾ എന്നിട്ട് അമ്മയൊക്കെ എപ്പോഴും ചീത്ത പറയും, അമ്മയും പപ്പയും. കാരണം ഞാൻ എവിടെ പോയിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ അമ്മയൊക്കെ ചോദിക്കും ഇത് എത്ര എണ്ണം ഉണ്ട്, പിന്നെ എന്തിനാ ഇനിയും വാങ്ങിക്കണം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ അതുപോലത്തെ ഒരു ബുക്കാണിത്. ഇത് ഞാൻ ലുലുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ എന്തോ 11th എന്തോ പഠിക്കുമ്പോൾ സോറി അല്ല, കോളേജ് പഠിക്കുമ്പോൾ തന്നെയാന്ന് തോന്നുന്നു, എപ്പോഴോ ലുലുന്ന് വാങ്ങിച്ചതാണിത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുക്കെങ്കിലും എനിക്ക് അധികം അതിൽ എഴുതാൻ ഇഷ്ടമല്ല. കാരണം ഇത് പെട്ടെന്ന് തീർന്നു പോയാലോ എന്നുള്ള പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഞാൻ എഴുതൂല അധികമൊന്നും. പക്ഷെ ഇതിനകത്ത് ഇപ്പോൾ കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. മെയിനായിട്ട് ഇതൊക്കെ യൂട്യൂബിന് വേണ്ടി തന്നെ ഉള്ളതാണ് കേട്ടോ. ഞാനിങ്ങനെ ഐഡിയാസൊക്കെ എഴുതി വെക്കാറുണ്ട്. പിന്നെ 2-3 പേജ് അങ്ങനെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ബുക്ക്. ഇത് ഞാൻ അപ്പം വാങ്ങിച്ചിട്ട് ഈ കഴിഞ്ഞ 1 വർഷമായിട്ടുള്ള ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്, എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതി വെക്കാറുണ്ട് കേട്ടോ. ലൈക്ക് യൂട്യൂബിൻ്റെ കണ്ടന്റ് ഐഡിയാസ് എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യണം എന്ന് തോന്നുന്നു അതൊക്കെ ഞാൻ എഴുതി വെക്കും. അപ്പോൾ അതാണിത്. പിന്നെ ഉള്ളത് ഒരു മിറർ ഉണ്ട്, ഒരു കണ്ണാടി. ഞാൻ പറഞ്ഞോളാം, ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, ഹോട്ടൽസ് ആയാലും എന്തായാലും അവിടെ മിറർ ചില സമയത്തൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് കണ്ണ് എഴുതാനും ലിപ്സ്റ്റിക് ഇടാനൊക്കെ നമുക്ക് ചെറിയ മിറർ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇത് കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഉള്ളത് എന്തൊരു കവർ കിടന്നതാട്ടോ. ഓക്കെ. ഈ കവറിൻ്റെ ഉള്ളിലാണ് ഞാൻ എന്താ പറയുക സൺഗ്ലാസ് ഇട്ട് വെക്കാറ് കേട്ടോ. ഇതൊരു ലോക്കൽ സൺഗ്ലാസ് ആണ്. പക്ഷെ വലിയ സെലിബ്രിറ്റീസിൻ്റെ കയ്യിൽ ഭയങ്കര വലിയ ഷെയ്ഡ്സ് ഒക്കെ ആയിരിക്കും. എനിക്ക് ലോക്കൽ സംഭവമാണുള്ളത്. അപ്പോൾ ഈ സംഭവം ഞാൻ കൊണ്ടുനടക്കാറുണ്ട്. ഇത് ഭയങ്കര എന്നുവെച്ചാൽ ഞാൻ അങ്ങനെ വെക്കൊന്നുമില്ല. ഇപ്പോൾ കാറിലൊക്കെ പോകുമ്പോൾ ഞാൻ അധികം ഇത് വെക്കാറില്ല. പക്ഷെ ചേട്ടൻ ഇപ്പോൾ ഡ്രൈവൊക്കെ ചെയ്യുമ്പോൾ വെയിലൊക്കെ ആണെങ്കിൽ ഇത് വെക്കും. അപ്പോൾ എനിക്കും ഒരു ആഗ്രഹം തോന്നി ഞാനും വെക്കാറുണ്ട് വെയിലൊക്കെ വരുമ്പോൾ. ഈവൻ ദോ ഡ്രൈവ് ചെയ്യാറില്ലെങ്കിലും ഇരിക്കുമ്പോൾ ഞാൻ വെക്കാറുണ്ട് ഇത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തു വെച്ചതാട്ടോ. പിന്നെ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ ചില ഡാൻസിൽ നമ്മൾ സൺഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഈ ഇടയ്ക്കാണ് ഞാൻ ബാഗിൽ വെച്ച് തുടങ്ങിയത് കേട്ടോ. പിന്നെ ഇതൊരു ഹെഡ്സെറ്റിൻ്റെ കവറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ബോക്സ് ഒന്നും ഉണ്ടായില്ല. അപ്പം ഞാനിത് ഈ കവറിൽ വെച്ചേക്കാം. പിന്നെ നമുക്ക് ഇതൊരു വെറ്റ് ടിഷ്യൂ ആണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഡാൻസിനൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പം നമ്മൾ അവിടെ ചെന്നിട്ടൊക്കെയാണ് അവിടെ വെച്ച് നമുക്ക് മേക്കപ്പ് കളയണം അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ ചിലപ്പോൾ നമ്മുടെ മൂഡ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എനിക്ക് എല്ലാം അപ്പം തന്നെ വലിച്ച് കളയണം എന്നൊക്കെ തോന്നും. ചിലപ്പോൾ എന്താ പറയുക, കുറേ നേരം വീട്ടിൽ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് റീലൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യാനും തോന്നും. അപ്പം എന്താണോ സൗകര്യം അതനുസരിച്ചാണ് ഞാൻ ചെയ്യാറ്. അപ്പം ഞാനാണെങ്കിൽ എന്താ പറയുക, ഒരു വെറ്റ് ടിഷ്യൂ എപ്പോഴും വയ്ക്കും. കാരണം നമുക്ക് വെളിച്ചെണ്ണ ഒന്നും എപ്പോഴും അങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇൻ കേസ് ഭയങ്കര അത്യാവശ്യമാണെങ്കിൽ അപ്പം തന്നെ ഈ വെറ്റ് ടിഷ്യൂ വെച്ചിട്ട് മാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. ഗൈസ് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ട്. ഞാൻ സൗണ്ട് ഡിസ്റ്റർബൻസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫാൻ ഇടാണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ക്ലോത്താണ് കേട്ടോ ഇത്. ഈ ക്ലോത്ത് ഞാൻ ചുമ്മാ കൊണ്ട് നടക്കുന്നതാണ്. കാരണം ഞാൻ ഭയങ്കര സ്വെറ്റിയാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഞാൻ വേർക്കും. അപ്പോൾ മുഖമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യാൻ അങ്ങനത്തെ ഒരു ആവശ്യത്തിനാണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം മേക്കപ്പോ അങ്ങനെ എന്തെങ്കിലും തുടയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ചെയ്യുവാണെങ്കിൽ ഇവിടെ വെക്കാൻ അങ്ങനെയൊക്കെ കരുതിയാണ് ഞാൻ ഇത് കൊണ്ടു നടക്കാറ്. പിന്നെ ഇതെൻ്റെ വേറൊരു പൗച്ചാണ്. ഇതിനകത്ത് തന്നെ കുറച്ചും കൂടി എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇടുന്ന ഒരു പൗച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ക്ലിപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ബാംഗ്ലൂർ ഒരു പ്രാവശ്യം ഇന്റേൺഷിപ്പിന് പോയപ്പോൾ അവിടുത്തെ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പൗച്ച് നല്ല ക്യൂട്ടല്ലേ. അപ്പം നല്ല വലിയ പൗച്ചാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കുറച്ച് ടിഷ്യൂസാണ്. അതിപ്പോൾ നമ്മൾ കണ്ണൊക്കെ എഴുതിയിട്ട് അതൊക്കെ പെട്ടെന്ന് കളയണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടിഷ്യൂസ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീരാറായ കുറച്ച് ടിഷ്യൂസാണ്. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് പിന്നെ ഇത് നെയിൽ പോളിഷ് റിമൂവർ ആണ്. ഇത് നെയിൽ പോളിഷാണ്. കാരണം എൻ്റെ നെയിൽ പോളിഷ് പെട്ടെന്ന് പോകും. അപ്പം നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ വല്ല എന്താ പറയുക നല്ല ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് കുറച്ച് നെയിൽ പോളിഷൊക്കെ ഭയങ്കരമായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ എനിക്ക് മാറ്റിയിടാമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നെയിൽ പോളിഷ് റിമൂവറും നെയിൽ പോളിഷും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഐക്കോണിക്കാണ്. ഐലൈനർ ഞാൻ എടുത്തു വെക്കാറില്ല. കാരണം ഒരു ഐലൈനർ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഐലൈനർ എപ്പോഴും നമുക്ക് വീട്ടിൽ ആവശ്യം വരുമല്ലോ. നമ്മളെപ്പോഴും എല്ലാ ദിവസവും എഴുതണമുണ്ട്. ഇന്ന് ഞാനിപ്പോൾ എഴുതിയിട്ടില്ല കേട്ടോ. ഇന്ന് എനിക്ക് ആക്ച്വലി വയ്യ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ടൊന്നും എഴുതിയിട്ടില്ല. ഇച്ചിരി പ്രസൻറ്റബിൾ ആവാൻ വേണ്ടി ഇച്ചിരി ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല.
അപ്പോൾ ഐക്കോണിക് വേറെ സ്പെയർ ഉള്ളതുകൊണ്ട് ഇത് ഞാൻ എടുത്ത് വെക്കാറുണ്ട്. പിന്നെ വന്നിട്ട് ഒരു ചെറിയ ക്ലിപ്പ് ഉണ്ട്, പിന്നെ ഒരു വലിയൊരു ക്ലിപ്പ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ചൂടൊക്കെ എടുക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കെട്ടി അങ്ങനെ വെക്കാനായിട്ടാണ് ഈ ഒരു വലിയ ക്ലിപ്പ്. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിപ്പിൻ്റെ ഇടില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു ക്ലിപ്പ്. പിന്നെ ഉള്ളത് ഒരു ലിപ് ബാം ആണ്. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ലിപ് ബാം ആണ്. സ്ട്രോബെറിയുടെ ഫ്ലേവർ ആണ്. തീരാറായി കണ്ടോ, ഞാൻ യൂസ് ചെയ്ത് അങ്ങനെ തീരാറായ ഒരു ലിപ് ബാം ആണ്. പിന്നെ 3 ലിപ്സ്റ്റിക്സ് ഉണ്ട്. ആക്ച്വലി ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത്, സ്റ്റുഡിയോയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ സ്ഥിരം ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യാറ്. ഈ ഒരു ലിപ്സ്റ്റിക്കാണ് എനിക്ക് കുറച്ചുകൂടി ഭയങ്കര ഡാർക്കായിട്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ലിപ് ഷെയ്ഡ്. കാരണം അത് ഇടുമ്പോൾ തന്നെ നമുക്ക് മുഖത്തിനൊരു ഭയങ്കര ഒരു എനർജി, ഭയങ്കര ഒരു ഫ്രഷ്നെസ് കിട്ടിയൊരു ഫീലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, അമ്പലത്തിലോ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ഞാൻ ഇതൊക്കെ ഇടും കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് സാധാ വേറൊരു ലിപ്സ്റ്റിക്ക്, അതാണ് ഞാൻ ഇപ്പം ഇട്ടേക്കുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നൊരു ലിപ്സ്റ്റിക്കാണ്, പക്ഷേ ഇതിന് ശരിക്കും ലിപ് ബാമിൻ്റെ എഫക്റ്റ് ആണ്, അത്ര തോന്നിക്കില്ല, എന്നാൽ ലിപ് ബാം ഇട്ടൊരു ഫീലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്ത് വെച്ചേക്കുന്നത്. ഇതാണ് കാര്യങ്ങൾ. ഇനി അടുത്തത് വന്നിട്ട് ഒരു ബോക്സ് ആണ്, ഒരു ജ്വല്ലറി ബോക്സ് പോലത്തെ ബോക്സ് ആണ്. ഇത് എൻ്റെ ജ്വല്ലറീസ് ഇട്ട് വെക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, എൻ്റെ കുറച്ച് കമ്മൽ ഇട്ട് വെക്കുന്ന ബോക്സ് ആണ്. ആൻഡ് ഈ ബോക്സ് എപ്പോഴും എൻ്റെ ബാഗിൽ ഉണ്ടാവില്ല കേട്ടോ, ഇത് എപ്പോഴും എൻ്റെ ടേബിളിലായിരിക്കും ഉണ്ടാവുക. ലൈക്ക് നമ്മൾ ഈ കമ്മലും മാലയൊക്കെ വെക്കുന്ന അവിടെ ആ സ്ഥലത്താണ് ഇത് എൻ്റെ ഉണ്ടാവുക. കാരണം ഇത് എപ്പോഴും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ടൈപ്പുള്ള കുറച്ച് കമ്മലുകളാണ്. 2 ജുംക്ക ഉണ്ട്. നിങ്ങൾ വിചാരിക്കും ഈ ഡെയിലി യൂസിന് എന്താ ജുംക്ക എന്നൊക്കെ. അതിപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോവാണ്, എന്താ പറയുക, പട്ടുപാവാട, ബ്ലൗസ്, അതുപോലെ തന്നെ സാരി, അങ്ങനെ ഹാഫ് സാരി അങ്ങനെയൊക്കെ ഇട്ട് പോകുമ്പോൾ നമുക്ക് ജുംക്കയാണല്ലോ നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ജുംക്കാസ് ഉണ്ട്. പിന്നെ സാധാ ഇപ്പം കുർത്തിയൊക്കെ ഇടുകയാണെങ്കിൽ അതിന് പറ്റിയ ഒരു കമ്മലാണ് ഇങ്ങനത്തെ ഒരു കമ്മൽ. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സാധാ ഒരു സ്റ്റെഡും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ബോക്സിലുള്ളത്, എൻ്റെ കമ്മലിൻ്റെ ഒരു ബോക്സാണ്. അപ്പം ഈ ഒരു മാല എപ്പോഴും കഴുത്തി കിടക്കണോണ്ട് മാല അങ്ങനെ ഞാൻ എടുത്ത് വെക്കാറില്ല. അപ്പം ഈ ഒരു ബോക്സ് എടുത്ത് വെക്കാറുണ്ട്. പിന്നെ വരുന്നത് എൻ്റെ ഒരു വാളറ്റാണ്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഒന്നല്ല, ഇതിൽ കാർഡ്സ് ആണ്. ഇപ്പം എൻ്റെ അത്യാവശ്യമായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ്, ഐഡൻറ്റിറ്റി കാർഡ്, അതുപോലെ തന്നെ ATM കാർഡ്, അതൊക്കെ വയ്ക്കുന്നൊരു പേഴ്സാണിത്. പിന്നെ ഡോക്ടറിൻ്റെ കാർഡ് അങ്ങനെയൊക്കെ വയ്ക്കുന്നൊരു പേഴ്സാണ് കേട്ടോ അത്. ഇതാണ് എൻ്റെ വാളറ്റ്. പിന്നെ ഞാൻ പറഞ്ഞോളൂ നേരത്തെ ഒരു ബുക്കുള്ള കാര്യം. അപ്പം നമുക്ക് എഴുതാൻ പേന വേണമല്ലോ. അപ്പോൾ ഇതൊരു പേനയാണ് കേട്ടോ, നല്ല രസമില്ലേ. നമുക്ക് സിംഗപ്പൂർ എന്നുള്ള പേനയാണ് കേട്ടോ. ഇതെൻ്റെ ടീച്ചർ എനിക്ക് തന്നതാണ്. ടീച്ചറിൻ്റെ മോള് വന്നപ്പോൾ അങ്ങനെ എനിക്ക് തന്നൊരു പേനയാണ്. സിംഗപ്പൂരിൽ നിന്ന് വന്നപ്പോൾ അങ്ങനെ എനിക്ക് തന്നതാണ് കേട്ടോ. പിന്നെ നമുക്കൊരു യൂക്കാലി ഉണ്ട്. ഇതല്ലെങ്കിൽ വിക്സ് എപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് ഭയങ്കരമായിട്ട് ഇടയ്ക്ക് തലവേദന വരും, പെട്ടെന്ന് വരാം. അപ്പോൾ ഒരു രാത്രി ആ സമയമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വരും. അപ്പോൾ എനിക്ക് ഭയങ്കര തലവേദന വരും. ശരിക്കും ഒരു പാരസിറ്റമോൾ എടുത്താൽ കഴിഞ്ഞു, പക്ഷെ എനിക്ക് അമ്മ എപ്പോഴും പാരസിറ്റമോൾ തരില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് എന്തായാലും അത്യാവശ്യം വരും. എനിക്ക് ചില സമയത്ത് തല ഇങ്ങനെ പൊളയന പോലെ തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണിത്. കാരണം അത് ഞാൻ സ്കൂളിലും കോളേജിലൊന്നും പഠിക്കുമ്പോൾ ഞാൻ അതൊന്നും കൊണ്ടുപോകാറില്ല. കാരണം എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് പെട്ടെന്ന് തലവേദന വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ഒരു സോപ്പാണ്. ഇത് ഒരു ഹോട്ടലിൽ നിന്ന് അടിച്ചു മാറ്റിയതല്ല, അവർ നമുക്ക് തന്നതാണ് നമ്മൾ ചെന്നപ്പോൾ. അപ്പം നമ്മളത് എടുത്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്തതാണല്ലോ. അല്ലേ, ഇത് യൂസ് ചെയ്യാത്തതാണ്, പക്ഷെ യൂസ് ചെയ്ത് വേറെ ഉണ്ടായി. അപ്പം ഇനി വേറെ ആർക്കും അത് യൂസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തു വെച്ചതാണ്. പിന്നെ ഒരു എന്താ പറയുക, ഈ ഒരു പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ കോയിൻസ് ആണ് കേട്ടോ. നേരത്തെ ഞാൻ കാണിച്ച പേഴ്സിൽ ലൈക്ക് 10 രൂപ 20 രൂപ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ഇത് കോയിൻസ് ആണ്. അപ്പം നമ്മളിപ്പോൾ അത്യാവശ്യം ബസ്സിലൊക്കെ ഇരിക്കുകയാണെങ്കിലും ഇപ്പം പെട്ടെന്ന് അവർ വയ്ക്കൂലേ ഇന്ന ഒരു 2 രൂപയുണ്ടോ 3 രൂപയുണ്ടോ, അപ്പം നമുക്ക് തപ്പാൻ എളുപ്പത്തിന് ഞാൻ കോയിൻസ് മാത്രം വേറൊരു ബാഗിൽ എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു ടിഷ്യൂ ആണ്. ഇത് ഞാൻ യൂസ് ചെയ്ത ടിഷ്യൂ എന്തോ ആണ്, മറ്റൊരു തീരാറായപ്പോൾ ഞാൻ ഇതും കൂടി എടുത്ത് വെച്ചതാണ്. കാരണം ടിഷ്യൂ നമുക്ക് അത്യാവശ്യമാണ്, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തുടയ്ക്കാനോ അങ്ങനെയൊക്കെ ഇതായിട്ട് നമ്മൾ അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊരു ടിഷ്യൂ ഉണ്ട്. പോയി
ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്ര ഉള്ളൂ എൻ്റെ ബാഗിൽ. എൻ്റെ ബാഗ് കാലിയായി. ഇനി ഒരു സൈഡ് പോക്കറ്റ് ഉണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും വയ്ക്കാറില്ല കേട്ടോ, അതാ ഞാൻ തുറന്ന് കാണിക്കാമെന്ന്. ഞാൻ ഇതിലൊന്നുമില്ല. ഇത്രേ ഉള്ളൂ എൻ്റെ ബാഗിൽ. എൻ്റെ ബാഗ് കാലിയായി. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എന്താ പറയുക, ഡെയിലി എസെൻഷ്യൽസ് അല്ല എൻ്റെ. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ ട്രാവൽ ചെയ്യാണ്, എവിടേക്കെങ്കിലും ഇപ്പോൾ പോവാണ്, അങ്ങനത്തെ ഒക്കെ കേസിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ബാഗ്. ഒരു സിമ്പിളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയ സാധനങ്ങളൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കുറച്ചൊക്കെ സാധനങ്ങളുണ്ട്. ഇതാണ് എൻ്റെ ബാഗിലുള്ള സാധനങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ ബൈ.